നമ്മൾ ഈ ദൈവസങ്കല്പം ഒന്ന് വിട്ടുകളാ. നമ്മളൊരു യുക്തി വെച്ചിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഒന്നിനെയും വേദനിപ്പിക്കാതെ എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്ത് ബഹുമാനിച്ച് എല്ലാത്തിനെയും സംരക്ഷിച്ച് കെയർ ചെയ്ത് അങ്ങനെയൊക്കെ പോണ ഒരു നല്ല രേഖയിലായിരിക്കുമല്ലോ ദൈവത്തിൻ്റെ ഒരു നീതി. നമ്മുടെ ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും മനുഷ്യ എല്ലാ ജാലങ്ങളെയൊക്കെ ഉണ്ടാക്കി വിട്ടത് ദൈവമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണ്. എനിക്ക് മാംസാഹാരം കഴിയുമ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഇതാണ്, ഒരു ഉള്ളിലൊരിത് വരും. പാവം അതിനെ കൊന്ന് തിന്നെയാണല്ലോ ഈശ്വര, ഞാൻ ചവച്ചരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരിത് വരും. പക്ഷെ നിലനിൽക്കാൻ എന്താണ് നമുക്ക് ജീവിച്ച് നിലനിൽക്കാൻ മറ്റതൊക്കെ ഉണ്ട്, പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിലും ഒന്നിനെ കൊന്നിട്ടല്ലേ നമ്മൾ തിന്നി ജീവിക്കുന്നത്. അപ്പം ഒന്നും ചെയ്യാത്ത ഒരു ചാവണം ചാവുന്നു. ആ ഒരു ഇതിൽ ആലോചിക്കുമ്പോഴേ എനിക്ക് ദൈവം പിന്നെ അങ്ങനെ എന്തിനു സൃഷ്ടിച്ചത്, അങ്ങനെ ഒരു ചോദ്യം വരും. പാവത്തിനെ കൊന്ന് നമ്മളൊക്കെ തിന്നേണ്ടി വരുന്നല്ലോ. ദൈവമാണ് അതൊക്കെ ചെയ്തതെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ചെയ്തതെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതായത് നമ്മളെ മനുഷ്യരെ ഇങ്ങനെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ പല ഭാഷകളായി, പല നിറങ്ങളുള്ള ആൾക്കാരായി, പല സംസ്കാരം അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെയാണ് നമ്മളെ ദൈവം നമുക്ക് സന്ദേശം തരാൻ വരുന്നത്. ഇങ്ങനെ പോയാലാണ് നല്ലത്, ഇതാണ് യഥാർത്ഥ വഴി, ഇങ്ങനെ പോവാവൂ, ഇതാണ് ദൈവത്തിന്റെ രീതി. നമ്മൾ അങ്ങനെ ഇൻബിൽട്ടാക്കി പ്രപഞ്ചത്തിലങ്ങ് ഉണ്ടാക്കി വിട്ടാൽ പോരാ. പ്രപഞ്ചത്തിൽ ഇൻബിൽട്ടായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ പോരായിരുന്നു. അത് ഉള്ളിൽ ഉണ്ടാവേണ്ട ഒന്നല്ലായിരുന്നു. പിന്നെ ജനിപ്പിച്ച് വിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ട് പിന്നെ തരേണ്ട സന്ദേശം വരുന്നത് ഈ കൊച്ചി ഈ സാധനത്തിന് ആ ഒരു ബുദ്ധി കൂടെ കൂട്ടുകാരനാ പാട്. അങ്ങനെ ആലോചിക്കുമ്പോൾ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. അതപ്പോൾ അങ്ങനെ അല്ല സംഭവിച്ചത്. ഇത് നമ്മളെ ഒരു ഇതിൽ വന്ന സോഷ്യൽ സിസ്റ്റം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്?